നമസ്കാരം. ഇപ്പോഴുള്ളത് മാടായി പാറയിലാണ് ഉള്ളത്. ഓണമാണല്ലോ. മാന്യ പ്രേക്ഷകർക്ക് തുര്യം ചാനലിൻ്റെ ഓണാശംസകൾ. ഈ കാണുന്നതാണ് മാടായി ശ്രീ വടക്കുന്ന ക്ഷേത്രം. ഓണം തിരക്കായത് കൊണ്ട് തന്നെ കാണുന്നില്ല, ധാരാളം ആൾക്കാരാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓണത്തിന് ഈ ഭാഗത്ത് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ വടക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നതും അതേപോലെ തന്നെ മാടായിപ്പാറയും. വിശാലമായ സ്ഥലമാണ് മാടായിപ്പാറ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരും സൗഹൃദത്തോടു കൂടി കഴിയുന്ന ഒരു ഇടം കൂടിയാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മാടായിപ്പാറയിൽ അപൂർവമായി കാണുന്ന ചിത്രശലഭങ്ങളെ കാണാനില്ല എന്നത് ഒരു പ്രത്യേകതയും, അതേപോലെ തന്നെ വർഷത്തിൽ പൂക്കുന്ന കാക്കപ്പൂവും കാണാനില്ല. കാരണം പണ്ട് കാലത്തൊക്കെ തന്നെ, കഴിഞ്ഞ 2 കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ ധാരാളം കുട്ടികളും മുതിർന്നവരും ഈ കാക്കപ്പൂ പറിക്കാൻ വേണ്ടി ഇവിടെ എത്താറുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല, ഈ കൊല്ലം ഈ പാറയിൽ കാക്കപ്പൂവ് കാണാനില്ല. ഈ പാറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ചരിത്രമുറങ്ങുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ ജൂതക്കുളമുണ്ട്, സാധാരണ ഒരു കുളമുണ്ട്. അതേപോലെ തന്നെ ഇത് മൂഷിക രാജവംശവുമായി ബന്ധപ്പെട്ട്, അതായത് പഴയ ഏഴിമല രാജവംശവും ഒക്കെ ആയി ബന്ധപ്പെട്ട് പല ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇത്. കൂടാതെ ഈ പഴയങ്ങാടിയും അതേ എരിപുരം ഇങ്ങനെയുള്ള ഈ പഴയങ്ങാടി ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത്. തട്ടായ ഒരു സ്ഥലമാണ്. ഇതിന് അങ്ങ് കാണുന്ന ആ മല ഏഴിമല കുന്നാണ്. ഏഴിമലയുടെ കാണുന്നില്ലേ, ഏഴിമല ടോപ്പ് ആണ് ആ കാണുന്നത്. അങ്ങനെ ചരിത്രമുറുകുന്ന വളരെ വ്യൂ ഉള്ള കേരളത്തിലെ ഒരു സ്ഥലമാണ് ഇവിടം. കൂടാതെ കേരളത്തിലെ പല ഔഷധ ചെടികളും, പല അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പല ഔഷധ ചെടികളും ഈ പ്രദേശത്ത് ഉണ്ട് എന്നാണ് നാട്ടുവൈദ്യന്മാരൊക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ട് ഈ ഇവിടം ഒരു ഔഷധ സസ്യങ്ങളുടെ തന്നെയാണ് ഈ മാടായിപ്പാറ എന്ന് പറയുന്നതിൽ തർക്കമില്ല. അതേപോലെ തന്നെ ഈ കുളം എന്നൊക്കെ പറഞ്ഞാൽ ഏത് കൊടും ചൂടിലും വറ്റുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുമുണ്ട്. ഇത് തുമ്പയാണ്, തുമ്പ. ഇത് നാട്ടുമ്പുറങ്ങളിലും വയലോരങ്ങളിലും വയലുകളിലൊക്കെ കാണുന്ന തുമ്പയാണ് ഈ സാധനം.
ഇതാണ് മാടായിപ്പാറയിലെ അപൂർവ കാഴ്ച എന്ന് പറയുന്നത്. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ തലമുറ നട്ടോട്ട് ഓടുമ്പോൾ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജൂതക്കുളം എന്നറിയപ്പെടുന്ന ഒരു കുളമാണ് ഈ കാണുന്നില്ലേ, വിശാലമായ ഒരു കുളമാണ്, ശുദ്ധജലമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇത് പണി കഴിപ്പിച്ചു ഇരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പേര് തന്നെ ജൂതക്കുളം എന്നാണ്. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ കൂടി മുൻകാലത്ത് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള തണ്ണീർത്തടങ്ങൾ നമ്മുടെ പഴയ തലമുറ സംരക്ഷിച്ചിരുന്നു എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ് ഇത്. ഇതിന് ചുറ്റും ഔഷധ ചെടികളൊക്കെ തന്നെ വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നല്ല ആഴമുള്ള കുളമാണ്. ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ശുദ്ധജലമാണ് ഇതിൻ്റെ അകത്തുള്ളതെന്നും കൂടിയാണ് പറയാനുള്ളത്. ഇവിടെ നല്ല മേഞ്ഞു നടക്കുകയാണ്. കാരണം നല്ല ഔഷധ ഗുണമുള്ള പുല്ലുകളും അതുപോലെ ചെടികളും ഒക്കെ തന്നെയാണ് ഇവ കഴിക്കുന്നത്. കാണുന്നില്ലേ, ഇവരൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നില്ലേ ഇതിൻ്റെ ആ ആരോഗ്യം അത്രയ്ക്കും നല്ല ഒരു ഏരിയയാണ്. ഇവരും വിനോദസഞ്ചാരികളാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം രാവിലെ വരും വൈകുന്നേരം പോകുമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഈ വീഡിയോയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നും കരുതുന്നു. അതുകൊണ്ട് തന്നെ മാടായിപ്പാറയുടെ വിശദമായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ തുരിയം ചാനൽ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓണം ആഘോഷിക്കാനും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് സമയം ചിലവഴിക്കാനും വിനോദം ആസ്വദിക്കാനും ഒക്കെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും തുരിയൻ ചാനലിന്റെ ഓണാശംസകൾ നേരുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടി തുരിയൻ ചാനലിൽ എത്തിക്കുന്നതായിരിക്കും.